ഉണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് നമുക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കാൻ അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിന് പേരൊന്നും കാര്യമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല, പേരൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, ഞാൻ വേഗം കഴിച്ച് ചോറ് നിന്ന്. അപ്പോൾ പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പേരൊക്കെ നമുക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലെവലിൽ ഇട്ടോ. പക്ഷേ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. പെട്ടെന്ന് ചെയ്ത് തീരുകയും ചെയ്യും, നമുക്ക് അധികം പണിയൊന്നും പറ്റില്ല, പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, അടിപൊളി കാണാം. ഇപ്പോൾ ചിക്കൻ നമുക്കൊന്നൊരു വേറെ ലെവലിൽ നമ്മൾ ചെയ്യാൻ പോകേണ്ടത്. ചിക്കൻ നമുക്ക് എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറച്ചി മാത്രം എടുത്തിട്ട് വലിയ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യണേ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാൻ വേണം, എന്നിട്ടും ചെയ്യണം. കാരണം വെന്തിട്ട് കിള്ളിയെടുക്കാനായിട്ട് പാടണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അരിഞ്ഞിട്ടാണ് ചെയ്യണം കേട്ടോ. നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് വേവിച്ചെടുക്കണം. അതിൽ എന്താ പറയുക, മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് എടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചട്ടിയിൽ വെച്ചുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ചട്ടി വെച്ചിട്ട് തീ കൊടുക്കാം. ചട്ടിയിൽ വെച്ച് തീ കൊടുത്തിട്ട് ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഇത്തിരി മുന്നിൽ വേണം കേട്ടോ. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വെച്ചോട്ടോ, ചൂടായി വരുമ്പോൾ ശരിയാക്കുള്ളൂ. ഓക്കേ, ചൂടാവട്ടെ. നമ്മുടെ ചിക്കനോട് ഇത് കറങ്ങണ്ട കേട്ടോ, അടിപൊളിയായിട്ട് ഇത് കറങ്ങണ്ട കേട്ടോ. ഓക്കെ, വേപ്പര ഒന്ന് മൂപ്പിച്ചെടുത്തേക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വേപ്പര ഇതിനകത്ത് തന്നെ എടുത്തിട്ട് അങ്ങോട്ട് മൂപ്പിച്ച് തരാം. അപ്പോൾ അത് മൂപ്പിച്ചിടാൻ ലാസ്റ്റ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരും. ഇതങ്ങോട്ട് ഇതിനകത്ത് മൂപ്പിച്ചിട്ട് എടുത്ത് വയ്ക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇട്ട് വെക്കാം ഇതിനകത്ത്. എന്നിട്ട് ആ മഞ്ഞപ്പൊടിയുടെ കൂടെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ചിലപ്പോൾ വലിഞ്ഞു ഇത്തിരി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിനകത്ത് തന്നെ ഇടുകയാണ് കേട്ടോ. ചിക്കൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വേറെ ഒന്നും നോക്കിയിട്ട് കാണാമല്ല, ഇത് തന്നെ ഇട്ട് അങ്ങോട്ട് ഇളക്കാം തലക്കാലത്ത്. മൊത്തം മഞ്ഞപ്പൊടി ഒന്ന് പിടിക്കട്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, കാരണം ചിക്കനിലെ വെള്ളം കൂടെ ഇറങ്ങിക്കോളും. അപ്പോൾ പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് വരും. വെളിച്ചെണ്ണയും കൂടി ഒന്നാമത് ചട്ടി അതിൻ്റെ വലിയ പെട്ടെന്ന് എന്താ പറയുക, അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ ഡ്രൈ ആയി പോകുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചട്ടിക്ക് നല്ല ചൂടായിരിക്കുള്ളൂ. ഇപ്പോൾ തീയൊക്കെ എടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റോളം ചിലപ്പോൾ ചട്ടി നല്ലോണം അവിടെ ഹാർഡായി പോകും. നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇടണം കേട്ടോ. നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട, ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് ഇത്തിരി എന്താ കറിക്ക് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പൊക്കെ മുന്നിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഭയങ്കര മുന്നിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കാനും പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ടോളണം കേട്ടോ. നമുക്ക് ഇനി ഒന്നും കൂടി ഇളക്കി നോക്കിയിട്ട് ഉപ്പ് കൂടുതലുള്ള കുറവുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇളക്കി നമുക്ക് സെറ്റാക്കാം. നമുക്കിന്ന് മൂടി അങ്ങോട്ട് വയ്ക്കാം. മൂടി വെച്ചാൽ അങ്ങോട്ട് മൂടാം തൽക്കാലമായിട്ട്, കുഴപ്പമില്ല. അപ്പോൾ അവിടെ നിന്ന് ഇത്തിരി കൂടി തീനി കൂട്ടി വയ്ക്കാം കേട്ടോ. ഒരു പൊടിക്ക് കൂട്ടി വെച്ചാൽ മതി, ഇത്രയും തീയിൽ അങ്ങോട്ട് കത്തിയാൽ മതി. അവിടെ നിന്ന് വേവട്ടെ കേട്ടോ. നമ്മളിത് ചട്ടിയൊക്കെ വെച്ച് അടപ്പം വെച്ചൊക്കെ മൂടുണ്ട്. ഈ അടപ്പം വെച്ചാണ് മൂടണേ. ഇപ്പോൾ തീ ഇത്തിരി കൂടി കൂട്ടി വെച്ചാണ് കേട്ടോ. എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഇത് നമുക്ക് മഞ്ഞ കളറാണ്. ഇപ്പോൾ കളർ വേണമെന്നുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തിരി കാശ്മീരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, എനിക്കിതിരി കളർ വേണം, അപ്പോൾ ഞാൻ ഇത്തിരി കാശ്മീരി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ കാശ്മീരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത്തിരി കളർ നമുക്ക് ഇത്തിരി കളർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി കാശ്മീരിയാണ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇത്തിരി കളർ ഇട്ട് കൊടുത്ത് ഇളക്കി കഴിയട്ടെ. അപ്പോൾ ആ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചെറുതായിട്ടൊരു കളറുള്ളൂ. നമ്മൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകാമല്ലോ. ഇനി വേറെ പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കളർ കിട്ടുമായിരിക്കും. വെള്ളം പറ്റട്ടെ, ശരിക്കും അവിടെ വെള്ളം പറ്റട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും വെളിച്ചെണ്ണയും നെയ്യൊന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് കിടന്നാണ് വേവണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കളറ് ഇത്തിരി കൂടി വെള്ളം അത് വലിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ പിടിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഉണക്കമുളകും ചെറുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉണക്കമുളകിൻ്റെ കുരു കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കണേ കേട്ടോ. അപ്പോൾ കുരു കുടഞ്ഞ ഉണക്കമുളകാണ് ആവശ്യം. അപ്പോൾ നമുക്കത് പൊട്ടിക്കുക. കാരണം പെട്ടെന്ന് ഇത് നമുക്കിങ്ങനെ ഉണക്കിങ്ങനെ പൊടിച്ച് നമുക്ക് കളയാൻ പറ്റും. ഇങ്ങനെ പൊട്ടിച്ച് എടുക്കാൻ പറ്റും. വേണ്ട ഇങ്ങനെ പെട്ടെന്ന് കുടഞ്ഞ് കളഞ്ഞാൽ അത് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മൾ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, സെപ്പറേറ്റാണ് ചതച്ചാണ്. അതായത് മുളക് നമുക്ക് ഇതിനകത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതേപോലെ രണ്ടാമത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചട്ടി ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കേണ്ടത്. നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ കൂടി കിടപ്പിട്ട് ആ എണ്ണ ഇട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകണം കേട്ടോ. എണ്ണയിൽ അത് ഇവിടെ നമ്മൾ ആ ചേർത്ത് വെച്ച ഉള്ളിനകത്ത് നിറഞ്ഞേക്കാം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ ഇത്തിരി കൂട്ടി കൊടുക്കാം. തീ കുറച്ച് വെച്ചേക്കായിരുന്നു, ഇത്തിരി കൂട്ടി കൊടുക്കാം. നല്ല പോലെ അങ്ങോട്ട് ഇതാവട്ടെ. ചില ഉള്ളി ഇത്തിരി വലുപ്പത്ത് ഇത്തിരി ടൈറ്റായിട്ട് വേണം. ഉള്ളി ഒരുവിധം വാടിയിട്ടുണ്ട്. ഇത്തിരി കൂടി ഒന്ന് മൂത്തോട്ടെ. ഉള്ളി ഒന്ന് മൂത്ത് അതിന് ശേഷം നമുക്ക് മറ്റേ ചായച്ച മുളക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പച്ചക്കുത്ത് ഉള്ളിയുടെ ഒരു കിറകിറന്നുള്ള ഒരു വരും. അത് വേവാണ്ട് നല്ല അടിപൊളി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കതിനകത്ത് കൂടെ ആ മുളക് ചതച്ച് വെച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ടാമത് ഇളക്കാം. അടിപൊളിയല്ലേ, വേറെ അടിപൊളിയല്ലേ. ഇതിനോട് ഇട്ട് കൊടുക്കാൻ എരിവൊക്കെ ചിലപ്പോൾ ആണെങ്കിൽ പൊടിക്കൊക്കെ ആവശ്യം എരിവും കാര്യങ്ങളൊക്കെ അത്യാവശ്യക്കാർ അവരുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ആ നേരത്തെ നമുക്ക് ആ വേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചിക്കനാട് തൊട്ടിടാം. അറിയാം അല്ലെങ്കിൽ ഓക്കെ. തീ അങ്ങോട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ കരിയും. അലുമിനിയം ചട്ടി അതിൻ്റെ വരില്ലേ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവുള്ളൂ ചൂട്. കയ്യിൽ നമുക്ക് ഒരു പരന്ന കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് അത് വലിയ ഇതിലല്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെവലിൽ ചെയ്യാമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ കുഴപ്പമില്ല. തീ നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക. നമുക്കൊന്നും കൂടി ചൂടാക്കി കൊടുക്കണം. ഒന്നുകൂടി ബ്രൗൺ ആവും, ഒരു കളറും കൂടി കിട്ടും കേട്ടോ. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ കയ്യിലാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്, പക്ഷെ അതിപ്പോൾ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. വേറൊരു താനം എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ കിട്ടി. അതിന് കുഴപ്പമുണ്ടാവില്ല. തീ ഇത്തിരി കുറച്ച് വയ്ക്കുക. ഇന്ന് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ നമുക്ക് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കറി മോശമായാലും നല്ലതായിട്ട് തോന്നിക്കും. ആ മല്ലിയില ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല, പക്ഷേ എന്നെ സംബന്ധിച്ച് മല്ലിയില എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തുടങ്ങിയത് കഴിക്കാറുണ്ട്. കാരണം കഴിക്കാറെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി മല്ലിയിലും കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത്തിരി മല്ലിയില അങ്ങോട്ട് ഇടാം കേട്ടോ. നേരത്തെ പറഞ്ഞാൽ മല്ലിയിലയുടെ കാര്യം ഇത്തിരി സെറ്റാണത്. ഒരു മല്ലിയുടെ കൂടെ എടുക്കാനും വേണ്ടിയിട്ട് അത് ഉള്ളിയാണ്. ഉള്ളി പത്രത്തിൽ ഉള്ളി വേണം. ഇത്തിരി മല്ലിയില ഇട്ട് നല്ല വാസനയൊക്കെ വന്നിട്ട് കേട്ടോ. നല്ല അടിപൊളി വാസനയൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ കഴിച്ചു നോക്കിയില്ല. ഉപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റാക്കി നോക്കിക്കോളൂ കേട്ടോ. ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് നോക്കട്ടെ, ചെറിയ കഷ്ണം എടുത്ത് നോക്കാം. കുഴപ്പമില്ല, എരിവുണ്ട്. അതേപോലെ ഉപ്പത്തിരി മുന്നിലുണ്ട്, കുഴപ്പമില്ല. ചോറ് ഇതിന് കുഴപ്പമില്ല. എരിവ് ഇപ്പോൾ കൂടുതലാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതിനോട് ട്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. ഓക്കെ, ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഇനി ചോറുന്നതിന് ശേഷമുള്ള വിശേഷങ്ങൾ പറയാം. ഓക്കെ.